പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. വേന്തയാറ്റിലെ C4U കാറ്ററിങ്ങിൻ്റെ ഗോഡൗണിൽ ഇന്ന് മെഷീൻ ഉപയോഗിച്ച് വിറക് കീറുന്നത് കണ്ടു. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുതേ. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കാഴ്ച നമ്മുടെ നാട്ടിൽ കണ്ടു. വിറക് ഇവിടെ ഓട്ടോയിൽ ഓട്ടോയിൽ നമ്മുടെ മെഷീൻ ഘടിപ്പിച്ചുകൊണ്ട് വിറക് കീറുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ചേട്ടായുടെ പേരെന്നാ? രായന്. നമ്മുടെ വീട് പാല. ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? 4 വർഷമായി. വീടൊക്കെ ഇത് ഈ വിറക് കീറുന്നതിന് സംവിധാനം എങ്ങനെയാണ്? കൂലിയും കാര്യങ്ങളൊക്കെ? കൂലി മണിക്കൂറിന്. മണിക്കൂറിന് 1000 രൂപയും പിന്നെ ഡീസൽ കാശും ആണല്ലേ? അകലങ്ങളിൽ 10 കിലോമീറ്റർ വരെ ഫ്രീ പോകും എല്ലാ ദിവസവും. മിക്കവാറും ഉണ്ട്. ഇതിന്റെ സംവിധാനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? സംവിധാനങ്ങൾ ഒന്നും ഉണ്ടാക്കി മേടിക്കാൻ കിട്ടുന്നല്ല. ഇത് ഉണ്ടാക്കിയെടുത്താ സ്വയം തൊഴിലുകാർക്കുള്ള ഒരു സംവിധാനമാണ്, സ്കീമാണ്. അപ്പം ഇത് പല സാധനം പലയിടത്തുനിന്ന് വാങ്ങിച്ച് ഒരു ലൈത്തിൽ കൊടുത്ത് 3 മാസം കൊണ്ട് ആലോചിച്ചിട്ട് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഈ മിഷനറി നമ്മൾ പുറത്തുണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? പുറത്തുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെയല്ല, കോയമ്പത്തൂരാ സൈഡ്. കോയമ്പത്തൂർ. നമ്മൾ അവിടെ നിന്ന് വരുത്തിച്ചാണ് സാധനങ്ങൾ. ഞാനെല്ലാം അവിടെ പോയി സാധനം എടുത്തോണ്ട് വന്ന് നമ്മുടെ നാട്ടിലൊരു ലൈത്തിൽ കൊടുത്ത് അതൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പം ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ വർക്കുകൾ കൂടുതലായിട്ട് പോകുന്നത് മഠങ്ങള്, പിന്നെ ഫാക്ടറികള്, പിന്നെ വീടുകൾ. അത്യാവശ്യം പറയുന്ന വീടുകളിൽ പോയി ചെയ്ത് കൊടുക്കും. അപ്പം ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം അത്യാവശ്യം ഉള്ള വീടുകളിൽ ഇതിന്റെ സൈസ് നമ്മൾ ഇപ്പം ഏത് സൈസിന് വേണേലും നമുക്ക് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റും. തീരെ ചെറുതാകുന്നതനുസരിച്ച് താമസങ്ങൾ വരും, അത്രേ ഉള്ളൂ. ഏത് പറയുന്ന മുഴുപ്പിന് സാധാരണഗതിയിൽ ഒരു ദിവസം നമ്മൾ എത്ര നേരം വർക്ക് ചെയ്യും? ഞാൻ സാധാരണ 8 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യും. 8 മണിക്കൂർ കൊണ്ട് ഒരു ലോഡ് അങ്ങനെ ഉണ്ടോ? ലോറിയുടെ കൊണ്ട് തന്നെ കണക്ക് പറയുകയാണെങ്കിൽ 8 ടണ്ണിന് മുകളിൽ കയറും. 8 ടണ്ണ്. 8 ടണ്ണിന് മുകളിൽ നല്ലൊരു ഇതാ. കാരണം ഒരു മനുഷ്യനെ കീറാൻ നോക്കിയാൽ ഒരു പരിമിതിയുണ്ട്. ഇത്രയ്ക്കേണ്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മെഷീൻ ഉപയോഗിച്ച് കൂടുതൽ കയറാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ചെല്ലുന്നിടത്തൊക്കെ ഇത് നേരത്തെ ഉണ്ടാക്കാൻ പറ്റില്ലെന്നാണ് ചോദിച്ചത്. കണ്ടപ്പോൾ തന്നെ ഒരു അത്ഭുതം, അതുകൊണ്ട് ഓടി വന്ന. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ്. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പറഞ്ഞുതരാം. ഇല്ല, കോട്ടയം ജില്ല 2 ഉള്ളൂ. ഒന്ന് പാമ്പാടിയിലുണ്ട്. യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ഞാനല്ല, അത് PKG പാലടിച്ചാണ് ഫേസ്ബുക്ക്. അപ്പം നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ ഇടും കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ആണെങ്കിൽ ഈ ഓർഡറുകൾ നമുക്ക് ലഭിക്കും. വിളിക്കട്ടെ, എന്നാലേ കാര്യമുള്ളൂ. നമ്മൾ ഇത് ഇടുന്നതുകൊണ്ടുള്ള നേട്ടം അതല്ലേ ഉള്ളൂ. പിന്നെ ഈ കണ്ടമാനം കുന്നും മലയുള്ള വഴിക്ക് ഞാൻ കയറി പോകാറില്ല. ഇത് പുറകെ പൊട്ടിക്കുന്ന മെഷീൻ പുറകിലല്ലേ. അപ്പം വലിയ മലയൊക്കെ യാത്ര നിരപ്പിനൊന്നും ഒരു കുഴപ്പമില്ല. കാര്യം വെയിറ്റ് കൊണ്ടല്ല. ഇത് ഫ്രണ്ടിൽ ഈ ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റ് ഇല്ല. പുറകിലല്ലേ അതിന്റെ എഞ്ചിനും പിന്നെ ആ മെഷീൻ ഇരിക്കുന്നത് പോലെ. നമ്മുടെ പൊട്ടിക്കാൻ സൗകര്യത്തിനാണ് നമ്മളത് പുറകെ പിറ്റ് വെച്ചിരിക്കുന്നത്. കാരണം അടുത്തെവിടെയും ഒക്കെ പോകാറുള്ളൂ. ഇതിപ്പോ അവിചാരിതമായിട്ട് ഇത്ര അകലെ ഞാൻ വന്നത്. അപ്പൊ ഇങ്ങനെ സ്വയം തൊഴിലിന് താല്പര്യപ്പെട്ട് ഇതുപോലെ പുതിയ നിർമ്മിക്കാൻ വേണ്ടി ആരെങ്കിലും താല്പര്യപ്പെട്ട് വന്നാൽ നമ്മൾ കോയമ്പത്തൂർ അല്ലെ ഇവിടെ പറഞ്ഞു? കോയമ്പത്തൂർ ആയിട്ട് നമ്മൾ മുട്ടിച്ചു കൊടുക്കും. കോയമ്പത്തൂരായിട്ട് മുട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കി തന്നത് കോയമ്പത്തൂരല്ല. എനിക്ക് ഉണ്ടാക്കി തന്നത് ആള് മരിച്ചു. എനിക്കുണ്ടാക്കി ഇത് മെഷീൻ തന്നു 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. പിന്നെ ഒരാൾ ഉണ്ടാക്കി തരാമെന്ന് എന്നോട് പലരും ചോദിച്ചു. പക്ഷെ എനിക്ക് നിർവാഹമില്ല, മരിച്ചു പോയി. ഇനിയിപ്പോ ഇതിന് എന്തെങ്കിലും റിപ്പയർ വന്നാൽ തന്നെ ഞാനൊരു ലെയ്ത്തുകാരനെ വിളിച്ച് വീട്ടിൽ വിളിച്ച് വരുത്തി ഇത് ഞാൻ പറഞ്ഞു കൊടുത്താ വെൽഡ് ചെയ്യിക്കുന്നു. അങ്ങനെ ചെയ്യുന്നു. പറഞ്ഞു പോയിട്ടുണ്ട്. അത് വെൽഡ് ചെയ്യണമെങ്കിൽ ഒരു പെട്ടി റാഡ് വേണം. ആണല്ലേ? ഒരു പെട്ടി റാഡുണ്ട്. ഇത് പച്ചിരുമ്പ. ഇതേ വെൽഡിങ് പിടിക്കും, അതേ വെൽഡിങ് പിടിക്കും. അപ്പൊ ഇത് അച്ഛനെ വെൽഡിങ്ങുമായിട്ട് നല്ല ഗ്രാഹ്യമുള്ള ഒരാളെ കണ്ണാൻ നല്ല കത്തിച്ച് അത് ചേർക്കാൻ പറ്റും. അല്ലെ നമ്മൾ മുട്ടിക്കിട്ട് വെക്കുമ്പോ ഒടിഞ്ഞു 3 പ്രാവശ്യം ഒടിഞ്ഞു പോയാൽ അപ്പം പോയാ പായ തയ്ക്കാൻ പോണം. പിന്നിപ്പം ഇതിനകത്ത് യൂട്യൂബിൽ തിരയാണെങ്കിൽ ഇത് കോയമ്പത്തൂർ ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അത് അന്വേഷിച്ച് വിളിച്ച് ചോദിച്ച് ചെന്നാ മതി. അവർ പറയുന്ന പൈസ കൊടുക്കുക, അഡ്വാൻസ് കൊടുക്കുക, പിന്നെ വണ്ടിയായിട്ട് ചെന്നാ മതി. ശരി ആയിക്കോട്ടെ. താങ്ക്സ്. ഓക്കെ.
Ta-da.